ഹായ് ആസ്പിരൻസ്. 2026 പ്രിലിംസിന്റെ ഫസ്റ്റ് റിയാക്ഷൻ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വിത്ത് IS ഫാക്ടർ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും കുറേ ആൾക്കാർ, നിങ്ങളിപ്പോൾ ഓൾറെഡി പ്രിലിംസ് എഴുതിയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണണമെന്നില്ല, പിന്നീട് സമയമെടുത്ത് കണ്ടാലേ മതി സീസാരോടെ കഴിഞ്ഞിട്ട്. അല്ല, അടുത്ത വർഷം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്ന ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓവറോൾ UPSCക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറേ ട്രെൻഡുകളുണ്ട്. അത് ഓവർ ദി ഇയേഴ്സ് അങ്ങനെയാണ് പോയിരുന്നെങ്കിൽ പോലും ഇപ്രാവശ്യത്തെ പേപ്പർ കുറച്ച് ട്രെൻഡിൽ നിന്നും മാറി ഡിസപ്പോയിൻമെന്റ് ആയി എന്നുള്ള ഒരുപാട് പേർക്കെങ്കിലും തോന്നിക്കാണും. കാരണം പഠിച്ചതൊന്നും ചോദിച്ചിട്ടില്ല. കാരണം നമ്മുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് UPSCയിലൊക്കെ എത്രയോ വർഷത്തെ PYQs ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ എല്ലാ കൊല്ലവും ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും, കുറേ പ്രെഡിക്റ്റബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇതിലും അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ്, നന്നായി പഠിച്ച ആൾക്കാർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റബിൾ ആണ്, ബാക്കിയുള്ളതെല്ലാം കുറച്ച് ഡിഫിക്കൽട്ടായി പോയി എന്നുള്ളൊരു ജനറൽ ഫീലിംഗ് മൊത്തത്തിലുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ യൂഷ്വലി ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് ഓഫ് ചോദ്യങ്ങളല്ല പലപ്പോഴും വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് UPSC അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. ഈ അൺപ്രഡിക്റ്റബിലിറ്റി തന്നെയാണ് ഓരോ ക്വസ്റ്റ്യനും. ഇതൊരു ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ്, ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഡീറ്റെയിലും അല്ല ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്ന രീതിയിൽ ഈ അൺപ്രഡിക്റ്റബിലിറ്റി കൊണ്ടുവന്നു. കാരണം UPSCയുടെ കോമ്പറ്റീഷനും വളരെയധികം കൂടി വരികയാണ്. സോ ഇത്രയും വലിയ കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതും വലിയൊരു ഫാക്ടറാണ്. അതുകൊണ്ടായിരിക്കും ഈ അൺപ്രഡിക്റ്റബിലിറ്റി കൊണ്ടുവന്നത്. നമുക്ക് പാസ്സാവാനുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്, പക്ഷേ അതിലേക്ക് നമ്മൾ എത്താനുള്ള ദൂരം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു എന്ന് വേണം നമുക്കിതിൽ കരുതാൻ. ഓവറോൾ ആയിട്ട് നോക്കിക്കഴിയുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ രീതികൾ നോക്കുകയാണെങ്കിൽ ഏൻഷ്യൻ ഇന്ത്യ ഹിസ്റ്ററിയുടെ ഏകദേശം 20 ആദ്യത്തെ, ഇത് സെറ്റ് D ആണ് ഞാൻ നോക്കുന്നത്. സെറ്റ് Dയിൽ തന്നെ ഏകദേശം ഏൻഷ്യൻ ഇന്ത്യയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബുദ്ധിസം, ജൈനിസം, അതായത് ഏറ്റവും കൂടുതൽ ഇവിടെ ബുദ്ധിസം ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ബേസിക് ഏൻഷ്യൻ ഇന്ത്യയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഉറപ്പായിട്ടും കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഏൻഷ്യൻ ഇന്ത്യയുടെ തുടക്കത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇത് സംഘം പീരീഡിൽ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്നാൽ മറ്റ് കാര്യങ്ങളിൽ മോഡേൺ ഇന്ത്യ വലിയൊരു ഷോക്കിംഗ് സംഭവമാണ്. കാരണം നമ്മൾ സാധാരണ ഹിസ്റ്ററിയിലെ അൺപ്രഡിക്റ്റബിലിറ്റി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മോഡേൺ ഇന്ത്യയിൽ വരുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള റിവോൾട്ട്, അതേപോലെ തന്നെ ഗാന്ധി, നാഷണൽ മൂവ്മെന്റ്, അത്തരം ചോദ്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിന്റെ കാര്യം ഡെഫിനറ്റ്ലി ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് ക്ലാസ്സിലുള്ള ഒരു ബേസിക് ടോപ്പിക് ആണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്തതാണ്. ഇപ്പോൾ 1857 അവധ് അനക്സേഷൻ, മോണ്ടേഗു ടൈംസ്, ഇത് പിന്നെയും ഒരു പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള ഏൻഷ്യൻ ഇന്ത്യ റിലേറ്റഡ് ചോദ്യങ്ങൾ അത്യാവശ്യം എളുപ്പമല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇതെല്ലാം ഒറ്റപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ്. ഹിസ്റ്ററി സോൾവബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, നമ്മൾ പ്രിപ്പയർ വേണമെങ്കിൽ ഒരു ബുക്കിഷ് എഫക്റ്റ് എന്നുള്ള രീതി പറയുന്ന രീതിയിൽ പണ്ട് UPSCക്ക് ഈ ബുക്കിഷ് എഫക്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ PYQസും ബുക്സിലും നോക്കിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഏകദേശം ഇതിൽ കിട്ടുന്നു എന്ന് പറഞ്ഞൊരു ബുക്കിഷ് ലെവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി UPSCക്ക് പഠിക്കുമ്പോൾ നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ മതിയാവാണ്ട് വരും എന്നുള്ളതാണ് UPSC നമുക്കിത് കാണിച്ചു തരുന്നത്. പണ്ടത്തെ പോലെ വെറും ട്രെൻഡ്സ് മാത്രം ഇനി ഡിപ്പെൻഡ് ചെയ്താൽ പോരാ. ഈ അൺപ്രഡിക്റ്റബിലിറ്റി, UPSCയുടെ ഈ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ആണെന്ന് വിചാരിച്ചാൽ ഈ അൺപ്രഡിക്റ്റബിലിറ്റി നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എളുപ്പമാണെന്ന് ചോദിച്ചാൽ അത്ര എളുപ്പം അല്ല എന്ന് വേണം. ഒരു പേപ്പർ ഫസ്റ്റ് റിയാക്ഷൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം, ഒരു ടീച്ചർ എന്ന രീതിയിൽ എൻ്റെ എക്സ്പീരിയൻസ് ചേർത്ത് വെച്ചിട്ട് ഇത് എളുപ്പമായിരുന്നു, ഇത് ഓൾറെഡി അറിയാമെന്ന് പറയുന്നത് എൻ്റെ സം ഇയേഴ്സ് ഓഫ്, അല്ലെങ്കിൽ സം എന്ന് ഉദ്ദേശിച്ചത് SUM ടോട്ടൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ചേർത്ത് വെക്കുമ്പോഴായിരിക്കും നമുക്കിത് മനസ്സിലാവുന്നു ഇത് എളുപ്പമായിരുന്നു. പക്ഷെ ഒരു ആസ്പിരന്റ് എന്ന രീതിയിൽ കറണ്ട് ആയിട്ട് നിങ്ങൾ 1-2 വർഷം ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഫോർമേഷനും കാര്യങ്ങളും അത്യാവശ്യം ഹാരപ്പൻ സിവിലൈസേഷനും ഋഗ്വേദിക് കാലഘട്ടത്തിൽ നിന്നൊക്കെ അത്യാവശ്യം വളരെ ഡെപ്ത് ഉള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ദ യൂസ് ഓഫ് അശ്മചക്ര, ദ യൂസ് ഓഫ് കുലിഷ, ദത്ര, ഇതൊക്കെ ബുക്കിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം പല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത്ര പെട്ടെന്നൊന്നും ഇത് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. 20 ക്വസ്റ്റ്യനോളം ഹിസ്റ്ററി, ഏൻഷ്യൻ ഇന്ത്യയാണ്. സാധാരണ ഏൻഷ്യൻ ഇന്ത്യ പഠിക്കാറില്ല. ആക്ച്വലി ഏൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഋഗ്വേദിക് സമയത്ത് നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഹിസ്റ്ററി അത്യാവശ്യം ടഫാണ്. ഹിസ്റ്ററി
നമ്മൾ മോഡേൺ ഇന്ത്യയിൽ പല നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും യൂഷ്വൽ ഗാന്ധി നാഷണൽ മൂവ്മെന്റ് അങ്ങനെ ഒന്നും ചോദിച്ചില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇതിന്റെ ഷോക്കർ എന്ന് പറയുന്നത്. ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് നോർമലി നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എത്രയൊക്കെ കറണ്ട് അഫയേഴ്സ് പഠിച്ചാലും എവിടെയും ഇല്ലാത്ത, നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുക കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ 100 കറണ്ട് അഫയേഴ്സ് ഒരു ദിവസം ഉണ്ടെന്ന് വിചാരിച്ചു, നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ 5-6 മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു 95 കറണ്ട് അഫയേഴ്സ് അല്ലാതെ ഡെയിലി നടക്കുന്നുണ്ട്. നമുക്ക് ഒരിക്കലും ഇതെല്ലാം നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്തിട്ട് വേണമെങ്കിൽ ഇതെല്ലാം ഇപ്പൊ വേണമെങ്കിൽ തുംഗ്രുഹ വോൾക്കാനോ ഹിന്ദു എന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹിന്ദുവിൽ ലിങ്ക് കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിലോ ടൈംസ് ഓഫ് ഇന്ത്യയിലോ കിടക്കുന്നതാണ്. അപ്പൊ ഇത് ഇമ്മീഡിയറ്റ്ലി ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്, അപ്പൊ നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഒരു ആസ്പിരന്റിന്റെ മൈൻഡ് സെറ്റ് നോക്കുമ്പോൾ ഒരു ദിവസം ഒരു 100 വാർത്തകൾ ഉറപ്പായിട്ടും വരും. നമുക്ക് ഒരു ദിവസം 5 പോലും നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം, ഞാൻ ഒരു ആവറേജ് ആണ് പറയുന്നത്, എടുക്കാൻ പറ്റിയില്ലെന്ന് വരും. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് ഇതെല്ലാം ന്യൂസിലുണ്ടായിരുന്നു അതെല്ലാം ന്യൂസിലുണ്ടെന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ എവിടെയോ അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളല്ല ചോദിച്ചത്. ഇപ്പോൾ നാഷണൽ പാർക്കുകൾ ചോദിക്കാൻ ഇന്ത്യയിൽ ഒരുപാട് നാഷണൽ പാർക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും മാധവ് നാഷണൽ പാർക്ക് കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നതാണ്. ഇതെല്ലാം കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. പക്ഷെ അത്ര എളുപ്പമല്ലേ ജോഗ്രഫിയിൽ തന്നെ നമ്മൾ യൂഷ്വലി കാണുന്ന ട്രോപ്പോസ്ഫിയർ, എർത്ത്, കോണ്ടിനെന്റൽ മാർജിൻ അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഓഷ്യൻ, ഹൈഡ്രോസ്ഫിയർ, പ്രത്യേകിച്ചിട്ട് അറ്റ്മോസ്ഫിയർ, ഐസോബാർ, അങ്ങനത്തെ കുറെ കൊറിയോലിസ് ഫോഴ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു. അങ്ങനത്തെ കുറെ ഏരിയാസ് ഇല്ല എന്ന് വേണം പറയാൻ. ആൻഡമാൻ നിക്കോബറിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ആൻഡ് ഈവൻ ജോഗ്രഫി തന്നെ കറണ്ട് അഫയേഴ്സിൽ സാഗർമാല ഈ അടുത്ത് വന്നതൊന്നും അല്ല, പക്ഷെ എന്നാലും വാർത്തയിൽ ഉള്ളതുകൊണ്ട് തന്നെ പലരും അത് കിട്ടിയോന്ന് എനിക്ക് സംശയമുണ്ട്. സാഗർമാലയുടെ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ കുറെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും UPSC ചോദിക്കും, പക്ഷെ ഇതേപോലെ എന്തോരം ഫ്ലവേഴ്സും സ്പീഷീസും വന്നിട്ടുണ്ടാവും. അപ്പൊ അത്ര എളുപ്പമായിട്ട് സാഗർമാല പിന്നെയും നോക്കിയാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് തോന്നി. പിന്നെ കുറെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന രീതിയിൽ അത്തരത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിന്റെ മൊയ്ഡംസ്, തൈ അഹോം, ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതും ഇതും അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഓരോ കറണ്ട് അഫയേഴ്സിന്റെ ഒക്കെ കോൺഫറൻസ് കണ്ടോ, ഓഷ്യൻ കോൺഫറൻസിന്റെ FAOന്റെ സംഭവങ്ങൾ ചോദിച്ചിരിക്കുന്നത് അത്ര. ലേക്ക് തുർക്കാന, ഇതും ഒരു തരത്തിൽ വാർത്തയിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷെ നമ്മൾ കണ്ട വാർത്തയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പൊ ഇതൊക്കെയാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുണ്ട്. ഇന്ത്യസ് ലോങ് ടേം ലോ എമിഷൻ LTLEDs, ഇത് LTLEDs പിന്നെയും വായിച്ചവർക്ക് മാത്രം അറിയാം, പക്ഷെ ജനറൽ ആയിട്ട് ഓടിച്ച് വായിച്ചവർക്കൊന്നും ഇത് നമുക്ക് ചെയ്യാൻ പാടാണെന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെ എല്ലാ പ്രാവശ്യം UPSC മങ്കി, ഏപ്പ് റിലേറ്റഡ് കുറെ ക്വസ്റ്റ്യൻ വന്നതിൽ വെസ്റ്റേൺ ഗിബണിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും പിന്നെ മാംഗ്രോവ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്കൊരു 10-25 ക്വസ്റ്റ്യൻ, ഒരു 50-60 മാർക്ക് നമുക്ക് ബേസിക് ആയിട്ട് ഇതിനകത്തുണ്ട്. അത് സംശയമില്ല, നമുക്ക് ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇപ്പോൾ റിവേഴ്സിനെ കുറിച്ചുള്ള ചോദ്യം, വിഴിഞ്ഞം പ്രൊജക്ട്, ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ എളുപ്പമാക്കാം. മാംഗ്രോവ്സ് വളരെ എളുപ്പമായിരുന്നു, കറക്റ്റ് ആക്കാൻ പറ്റുന്നതാണ്. ഇത് ആക്ച്വലി സ്റ്റേറ്റ് ബോർഡേഴ്സ്, നമ്മുടെ ബേസിക് ജോഗ്രഫിയാണ്. ഓരോ സ്റ്റേറ്റുകൾ എവിടെയൊക്കെ ഉണ്ട്, മാപ്പ് പഠിച്ച ആൾക്കാർക്ക് ഇത് ഇപ്പൊ തന്നെ ഏകദേശം ഒരു 5-6 ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. അമൂർ ഫാൽക്കൺസ് ഓൾറെഡി UPSC ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഇതും കറണ്ട് അഫയേഴ്സിലുള്ളത് തന്നെയാണ്. പിന്നെ ഹോർമൂസ് സ്ട്രേറ്റ്, ഇറാന്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഹോർമൂസ് സ്ട്രേറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു 10-12 ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയി. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒയിക്കോടെക്സ് സർട്ടിഫിക്കേഷൻ, എരിസിൽക്ക്, ഇതൊക്കെ എത്രത്തോളം ആൾക്കാർക്ക് അറിയാം. ഇന്റർപോള് ഓൾറെഡി പണ്ട് FATFന്റെ ക്വസ്റ്റ്യൻ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. FATFന്റെ ഗ്രേ ലിസ്റ്റ് പോലെ തന്നെ ഇന്റർപോൾ ഇടയ്ക്ക് ലിസ്റ്റ് ഇറക്കും എന്ന് പറയാം, പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം ഇന്റർപോളിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അഗെയിൻ ബാക്കിയുള്ള നിരന്തർ, ഇങ്ങനത്തെ കുറേ ആസ്പെക്റ്റുകളും ഗവൺമെന്റിന്റെ സ്കീമുകളും ഉണ്ട്. നിങ്ങൾ ഇനി കമ്പൈലേഷൻസ് ഒക്കെ പഠിച്ചാൽ പോലും എത്രത്തോളം ഇത് എത്തും എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അപ്പൊ അങ്ങനെ ജോഗ്രഫി നമ്മൾ യൂഷ്വൽ ജോഗ്രഫിയുടെ ഒരു മോഡിലല്ല പോയതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ അവിടുത്തെ ചാൻസലർ അവിടെ പോയി, ജർമ്മൻ ചാൻസലർ ഇന്ത്യയിൽ വന്നപ്പോൾ എന്തൊക്കെ ഒപ്പുവെച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതും ഒരു തരത്തിൽ വളരെയധികം നമ്മൾ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം നിർബന്ധമില്ല. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ കോൺസെപ്റ്റേ വേറെ പോയി. പിന്നെ അതേപോലെ തന്നെ പിന്നെ മറ്റു കാര്യങ്ങൾ, പൊളിറ്റിയൊക്കെ നോക്കി കഴിയുമ്പോൾ പൊളിറ്റിക്ക് മുന്നേ നോക്കുമ്പോൾ സ്പോർട്സ്, ഇത് ശരിക്കും പണ്ട് 2010-11 മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ കാണാം. ടെന്നീസ്, ക്രിക്കറ്റ്, ഇപ്രാവശ്യം ബാഫ്റ്റ സിനിമയുടെ ടെലിവിഷൻ അവാർഡ്സിനെ കുറിച്ചിട്ട് വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കമ്പനീസിനെ കുറിച്ച് ചോദ്യമുണ്ട്. പിന്നെ മൊത്തത്തിൽ ക്വസ്റ്റ്യൻസിന്റെ നീളം, വലിയ ലെങ്തി ക്വസ്റ്റ്യൻസ് പോലെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിക്കാണാം.
ആൻഡ് ഇതൊക്കെ എല്ലാവർക്കും കിട്ടേണ്ട ക്വസ്റ്റൻ ആണോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ഇതൊന്നും കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. MI എക്സ്ചേഞ്ച് റൂൾസ് ഇൻ MSME. ഈ MI എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും ഗൂഗിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാർത്തയിൽ കാണാം, ബിസിനസ് ന്യൂസിൽ ഉണ്ടായിരുന്നു. പക്ഷെ ക്രൗഡിംഗ് ഔട്ട് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മുടെ ക്വസ്റ്റൻ പേപ്പേഴ്സിലൊക്കെ ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇൻഷുറൻസിന്റെ ക്വസ്റ്റൻ ഉണ്ട്, കമ്മിറ്റീസിന്റെ ക്വസ്റ്റൻ ഉണ്ട്. ഐ ഡോണ്ട് നോ വെദർ ദാറ്റ് ഇസ് എൻ ഈസി തിങ് ഓർ നോട്ട്. പോവർട്ടി, MPI, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി, ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ബാക്കിയുള്ള സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജോഗ്രഫിയിൽ ഹിസ്റ്ററി ഭയങ്കര ടഫാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജോഗ്രഫിയിൽ നമ്മൾ കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ആൻഡ് എക്കണോമിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ഇടയ്ക്ക് നോക്കുമ്പോൾ സയൻസ് ആൻഡ് ടെക്കിൽ ഇപ്പോൾ ബ്ലാക്ക് ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ LLM വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. ബ്ലാക്ക് ബോക്സ്, എയർക്രാഫ്റ്റ് ഒക്കെ നമ്മുടെ എയർക്രാഫ്റ്റ് അഹമ്മദാബാദ് ക്രാഷ് വന്നതിന് ശേഷമൊക്കെ ബ്ലാക്ക് ബോക്സ് ഒക്കെ വളരെ പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും എക്സ്പെക്റ്റഡ് ആണ്. ഗ്രീൻ ഹൈഡ്രോജൻ വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഡ്രോൺസിനെ കുറിച്ചിട്ടുള്ള GPS സ്പൂഫിംഗ് ഒക്കെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഉള്ളതുകൊണ്ട് അതും വേണമെങ്കിൽ പിന്നെയും ഗസ് ചെയ്യാമെന്ന് വിചാരിക്കാം. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ജീനോം ഇന്ത്യ, ബയോടെക്നോളജി, ഇതും അത്യാവശ്യം അറിയാൻ പറ്റുന്ന സംഭവമാണ്. നാഷണൽ ക്വാണ്ടം മിഷൻ, ഇത് പലപ്പോഴും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, നാഷണൽ ക്വാണ്ടം മിഷൻ ഇപ്പോൾ വളരെ ട്രെൻഡിയാണ്. ഇത് ഒരു പക്ക കറണ്ട് അഫയേഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വന്ന കുറേ കാര്യം ഇതിനകത്ത് എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ്. പിന്നെ അടുത്തത് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UPSCയുടെ ഈ സ്ട്രാറ്റജി. വലിയ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് UPSCയുടെ ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പലപ്പോഴും ടെൻഷനിലാക്കും. നമ്മൾ എന്നും സാധാരണ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിംഗിൾ സ്റ്റേറ്റ്മെന്റ് 1, 2 and 3. ഇപ്പൊ 2023 ഓൺലി 1 and 2. ഇതിലാകെ ഒരു സന്തോഷം നമുക്ക് IAS ഫാക്ടറിനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വലിയ ക്വസ്റ്റ്യൻ നമ്മുടെ എല്ലാ ടെസ്റ്റ് സീരീസിലും നമ്മൾ ഇതേപോലത്തെ വലിയ ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഒരു വലിയ അളവ് വരെ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കൊണ്ടുവന്നിരുന്നു. നിങ്ങൾക്കാണ് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു വലിയ നീണ്ട കഥയാണ്. മിസ്സസ് എക്സസ്, ഇങ്ങനത്തെ കുറേ കഥകളുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് ഇത്തരം ക്വസ്റ്റ്യൻസ്, കാരണം ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഫോർമാറ്റിൽ UPSC വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്രാവശ്യത്തെ ടെസ്റ്റ് സീരീസ് എന്നാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതേപോലെ കഥകളായിട്ടുള്ള വലിയ ചോദ്യങ്ങൾ. കൺട്രി X, കൺട്രി Y, ഇപ്പൊ UPSC ചോദിച്ച പോലെ തന്നെ XY എന്ന് പോലത്തെ കുറേ നീണ്ട കഥകൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. ഒരു കുട്ടിക്ക് ഇവിടം വരെ പോകണം, വലിയ നീണ്ട കഥകളുള്ള ചോദ്യങ്ങൾ. ഇന്നൊരാൾ പോയി കഥ ബേസ് ചെയ്തിട്ടുള്ള, സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. അതായത് വലിയൊരു ക്വസ്റ്റൻ ആണിത്, ഇതൊറ്റ ക്വസ്റ്റൻ ആണ്. ഇങ്ങനത്തെ വലിയ വലിയ കഥകൾ ചോദിച്ചിട്ട് ഉള്ള ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി അടുത്ത ക്വസ്റ്റൻ ആണ്. ഡീറ്റെയിൽ A and B, X and Y പോലത്തെ നീണ്ട കഥകളുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ഇഷ്ടം പോലെ. ഇപ്രാവശ്യം ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു നമ്മുടെ ടെസ്റ്റ് സീരീസിൽ. ഒരുപാട് സ്റ്റുഡൻസ് ആക്ച്വലി പരാതിയും പറഞ്ഞു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ചോദിച്ചെന്നുള്ളത്. അതുകൊണ്ടാണ് ഫോർമാറ്റിൽ വിശ്വസിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഇതേപോലത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ വളരെ നമ്മൾ യൂഷ്വലി കാണുന്ന കുറേ കോൺസ്റ്റിറ്റ്യൂഷന്റെ സംഭവങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. എന്നാലും പാർലമെന്റിന്റെയും ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാം. പക്ഷെ അപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് തന്നെ പറയേണ്ടി വരും. സോ കറണ്ട് അഫയേഴ്സിന്റെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ ആണ്. മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളും ഏത് മിനിസ്ട്രി ആണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. സയൻസ് ആൻഡ് ടെക് ആണെങ്കിലും എൻവയോൺമെന്റ് റിലേറ്റഡ് ആണെങ്കിലും കുറേ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കറണ്ട് അഫയേഴ്സ് ഒന്നും അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. സോ ജനറൽ ആയിട്ട് ഫസ്റ്റ് റിയാക്ഷൻ പറയുന്ന സമയത്ത് ഇറ്റ് വാസ് നോട്ട് ഈസി എന്ന് പറയാം. നന്നായി പഠിച്ചവർക്ക് പോലും ചിലപ്പോൾ ഇത് കറക്റ്റ് ആക്കാൻ പറ്റണമെന്നില്ല. സോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കട്ട് ഓഫ് എങ്ങനെ വരുന്നത് നമുക്കറിയില്ല. ആൻഡ് അതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ഇതിനകത്ത് ഷെയർ ചെയ്യാം. പക്ഷെ ഒരു കാര്യം നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അത്ര എളുപ്പമല്ല. യൂഷ്വൽ ആയിട്ടുള്ള ഒരു ട്രെൻഡ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് UPSCയുടെ PYQന്റെ ട്രെൻഡ് ബ്രേക്ക് ചെയ്തത്. അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു ട്രെൻഡും അവകാശപ്പെടാനില്ലാത്തൊരു പേപ്പറാണ്. ആൻഡ് ലോങ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി UPSCക്ക് പഠിക്കുമ്പോൾ നമ്മുടെ നോർമൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ യൂഷ്വൽ ആയിട്ടുള്ള ഒരു വട്ടത്തിനകത്ത് കടന്നു പോകുന്ന ഒരു പ്രിപ്പറേഷൻ മതിയാവാണ്ട് വരും. പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് നമ്മൾ കുറേ ക്ലാസ് കാണുന്നതോ അല്ലെങ്കിൽ കുറേ കമ്പൈലേഷൻ നോട്ട്സ് വാങ്ങിച്ച് പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് ഡെയിലി ബേസിസിൽ നല്ല കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ടഫ് പേപ്പർ. എളുപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും. ഒരു ആസ്പിരന്റിന്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ അത്ര എളുപ്പമായിരുന്നില്ല എന്ന് വേണം നമുക്ക് ഇത് മനസ്സിലാക്കാൻ.
അപ്പോൾ ഇതെന്നുള്ള ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത സെഷനിൽ ഞാൻ ഇത് ഓരോ ക്വസ്റ്റ്യൻ്റെയും എങ്ങനെ പഠിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് 2027 പഠിക്കുന്നെങ്കിൽ ഇത് വലിയൊരു സംഭവമാണ്. സോ വാട്ട് ഷുഡ് യു ലേൺ ഫ്രം ദിസ് എന്നുള്ളത് അടുത്ത സെഷനിൽ ഞാൻ എടുത്തു തരുന്നതാണ്. സോ ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് റിയാക്ഷൻ.